വനിതാ CPO റാങ്ക് പട്ടികയുടെ കാലാവധി ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. നിലവിൽ 964 പേർ ഉൾപ്പെട്ട റാങ്ക് പട്ടികയിൽ 30% പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. വീണരാജ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനുണ്ട്. ഇന്നത്തെ ഈ ദിവസം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്ന ദിവസം ഏതൊക്കെ രീതിയിലുള്ള സമരമാർഗങ്ങളാണ് അവർ ഉദ്ദേശിക്കുന്നത്? എപ്പോഴാണ് സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോവുക? പ്രധാനമായും CPO റാങ്ക് ലിസ്റ്റിലെ കാലാവധി അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന CPO റാങ്ക് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. ഇന്ന് അവരുടെ 18ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് 11 മണിക്ക് ഈ റാങ്ക് ലിസ്റ്റ് കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം 5 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. തങ്ങൾ 5 മണിവരെ കാത്തു നിൽക്കും, തങ്ങൾക്ക് 5 മണിവരെ പ്രതീക്ഷയുണ്ട്. അതിനുശേഷം ഒരു വാർത്താ സമ്മേളനം വിളിക്കുമെന്നടക്കം ഇപ്പോൾ CPO റാങ്ക് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാത്രി 12 മണിയോടെ തന്നെ തങ്ങൾ ഈ CPO റാങ്ക് ഉദ്യോഗസ്ഥർ പിരിഞ്ഞു പോകും. കഴിഞ്ഞ ഏപ്രിൽ 2 മുതലാണ് 2-നാണ് ഈ CPO റാങ്ക് ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുമുതൽ ഇതുവരെ, അല്ലെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയായിരുന്നു ഉദ്യോഗസ്ഥർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സ്വയം വേദനിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധ രീതികളിലേക്കായിരുന്നു കടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും കല്ലുപ്പിൽ ഒറ്റക്കാലിൽ നിന്നുള്ള സമരം, മുട്ടിലെറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം, മൈം സംഘടിപ്പിക്കുന്നു, കോമാളിയായി വേഷം കെട്ടുന്നു, തങ്ങളെ കോമാളിയാക്കി മാറ്റുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളും CPO ഉദ്യോഗസ്ഥർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 11 മണിക്ക് അവരുടെ നേതൃത്വത്തിൽ തന്നെ ഈ റാങ്ക് ലിസ്റ്റ് കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏകദേശം 964 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റായിരുന്നു പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 30% ആളുകൾക്ക് മാത്രമേ ഇതുവരെ ജോലി ലഭിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസമാണെങ്കിലും സമരമിരുന്ന 3 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 45 ഉദ്യോഗാർത്ഥികൾക്കായിരുന്നു നിയമനം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഇവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ സമരം ആരംഭിച്ച് ഇത്ര ദിവസമായിട്ടും ഒരു ചർച്ചയ്ക്ക് പോലും തങ്ങളെ വിളിച്ചിട്ടില്ല എന്നൊരു ആരോപണം അടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയോട് ഈ വിഷയമായി CPO റാങ്ക് ഉദ്യോഗാർത്ഥികളുടെ സമരവുമായി ചോദിച്ചപ്പോഴടക്കം തന്നെ ആവശ്യമുള്ളവർക്ക്, അതായത് തങ്ങൾ പ്രധാനമായും ഒരു മട്ടിലുള്ള മറുപടിയായിരുന്നു മുഖ്യമന്ത്രി അടക്കം നൽകിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഒരു വാർത്താ സമ്മേളനം അടക്കം ഇപ്പോൾ CPO ഉദ്യോഗാർത്ഥികൾ വിളിച്ചിട്ടുണ്ട്. ശരി വിനയരാജ്.